രാവിലെ 6:30യോടെയാണ് ചെന്നൈ മറീന ബീച്ചിലെ ജല്ലിക്കെട്ട് സമരക്കാർക്ക് നേരെ പോലീസ് നടപടി ആരംഭിക്കുന്നത്. സമരം വിജയമാണെന്നും ജല്ലിക്കെട്ടിന് കളമൊരുങ്ങിയതിനാൽ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ജല്ലിക്കെട്ടിനായുള്ള സുസ്ഥിര നിയമം കൊണ്ടുവരുന്നവരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ പ്രതികരിച്ചതോടെ നിങ്ങൾക്ക് ഇനി സമരം ചെയ്യാനുള്ള ധാർമ്മിക അവകാശമില്ലെന്ന് പറഞ്ഞ് സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. 75% യുവാക്കളെ സമരവേദിയിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും കുറച്ചുപേർ കടൽ തീരത്തേക്ക് ഓടി ആത്മാഹുതി ഭീഷണി ഉയർത്തി. അതേസമയം തന്നെ മറീന ബീച്ചിലേക്ക് പുറത്തേക്ക് വിട്ട സമരക്കാർ പലയിടത്തായി തമ്പടിച്ച് പോലീസിന് നേരെ കല്ലേറും മണൽ വീശലും നടത്തി. തുടർന്ന് ട്രിപ്ലിക്കനിൽ പോലീസ് 2 വട്ടം കണ്ണീർ വാതകം പ്രയോഗിക്കുകയും 4 തവണ ലാത്തി വീശുകയും ചെയ്തു. അതിനിടയിൽ ഒരു സംഘം ഐസോസ് പോലീസ് സ്റ്റേഷന് മുന്നിലെ വാഹനങ്ങൾക്ക് തീയിട്ടു. അതിൽ 20ഓളം വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിക്കുകയും സ്റ്റേഷൻ കവാടം ഭാഗികമായി നശിക്കുകയും ചെയ്തു. മറീന ബീച്ചിലേക്ക് വന്ന ഇടതു നേതാക്കളെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഏറെ നേരം റോഡിൽ കുത്തിയിരുന്നു. അതേസമയം സമരം നടന്ന തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷം ജില്ലകളിലും സ്വമേധയാ സമരം പിൻവലിച്ചുവെങ്കിലും മധുര, കോയമ്പത്തൂർ ജില്ലകളിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. മധുര അലങ്കനല്ലൂരിൽ നാട്ടുകൂട്ടം ഫെബ്രുവരി 1 ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിച്ചെങ്കിലും സമരക്കാർ അത് അംഗീകരിച്ചില്ല. പിന്നീടാണ് പോലീസ് അവരെ നീക്കം ചെയ്തത്. മറീന ബീച്ചിലേക്കുള്ള പ്രധാനപ്പെട്ട 4 റോഡുകളും ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നു പോലീസ് അതിരാവിലെ നടപടി തുടങ്ങിയത്. അതിനാൽ തന്നെ കൂടുതൽ സമരക്കാർ മറീന ബീച്ചിലേക്ക് എത്തുന്നതിൽ നിന്നും പോലീസിന് തടയാൻ കഴിഞ്ഞു. ക്യാമറാമാൻ GLV പ്രസാദിനോടൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.